എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദർശൻ. ക്രിപ്റ്റോ റിലേറ്റഡായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയാറുള്ളത്. ഇന്ന് നമ്മൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ ചെറുതായിട്ട് ഒരു സ്പൈക്ക് അപ്പ് ആവുന്നുണ്ട്. ഓക്കെ, ഏകദേശം ഒരു 63,000 4,000 വരെ എത്തിയ നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ ഏകദേശം മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ എല്ലാവരും വിശ്വാസം താഴെ എത്തിയിരിക്കുന്നു, ഇനി ഫുള്ള് മേപ്പോട്ടാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോകുന്നുള്ളത്. പക്ഷേ ശുഭപ്രതീക്ഷ 100% വിജയം എന്നൊരു കരുതലുള്ളവരോട് ഞാൻ പറയുന്നു, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ബുൾ ട്രാപ്പ്. ഈ ബുൾ ട്രാപ്പ് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പ്രൈസ് ലെവൽസുകൾ, അതായത് ഈ ഒരു ട്രാപ്പിൻ്റെ പ്രൈസ് ലെവലുകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാനായിട്ട് എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം എന്താണ് ബുൾ ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശുഭപ്രതീക്ഷ 100% വിശ്വാസം. അതായത് ഈ ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴെ എത്തിയിരിക്കുന്നു, ബോട്ടമായിരിക്കുന്നു, ഇനി മുകളിലോട്ട് മാത്രം എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നിയന്ത്രിക്കാനായിട്ട് ഒരുപാട് ഫാക്ടേഴ്സുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസുകളായിരിക്കാം, സപ്ലൈ ചെയിൻ്റെ മാനേജ്മെൻ്റ് ആയിരിക്കാം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള വ്യത്യാസങ്ങളായിരിക്കാം, S&P 500, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സുകളുണ്ട്. അതൊക്കെ കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഇവാലുവേഷൻ വരുന്നത്, ഒരു പ്രോബബിലിറ്റി വരുന്നത് ഇതൊരു ബുൾ ട്രാപ്പ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റെസിസ്റ്റൻസ് ലെവലിന് മേലേക്ക് കിടക്കുന്നു ബിറ്റ്കോയിൻ്റെ പ്രൈസ്. അപ്പം എല്ലാവരും വിശ്വസിക്കുന്നു എന്ത്, പ്രൈസ് വിവരം വരെ പോവുള്ളൂ, ഇനി ഫുള്ള് മേപ്പോട്ടാണെന്നുള്ളത്. അതിനുള്ള ക്ലിയർ എക്സാമ്പിൾ പറഞ്ഞുതരാം. മാർക്കറ്റ് ഇങ്ങനെ ഡ്രോപ്പ് ആയി ഫുള്ള്, എന്നിട്ട് ഏകദേശം ഒരു 59,000 ആ റേഞ്ച് വരെ എത്തി. പിന്നെ അതിന് ശേഷം ഈ ഒരു റേഞ്ചിൽ അറൗണ്ട് 71, 59 to 71 ആ ഒരു റേഞ്ചിൽ പ്രൈസ് ഇങ്ങനെ പോയോണ്ടിരിക്കുന്നു ഫ്രം ഫെബ്രുവരി ടിൽ മാർച്ച് 3 വരെ. ഏകദേശം ഒരു മാസം ഇങ്ങനെ ആ ഒരു റേഞ്ചിൽ നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് കളിച്ചുകൊണ്ടിരുന്നു, ആ ഒരു റേഞ്ചിൽ. അതിനുശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു ഒറ്റയടിക്ക് കയറി മാർച്ച് 3 ഒക്കെ ആയിട്ട്, കപ്പിൾ ഓഫ് ഡേയ്സ് ബാക്ക്. അപ്പം നമ്മളെല്ലാവരും വിശ്വാസം ബോട്ടം ആയിരിക്കുന്നു, ഇനി ഫുള്ളും മേഖലയിലോട്ട്. അത് കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു ഹൈയിലോട്ടാണ് നമ്മുടെ പ്രൈസ് ഫുള്ള് പോയോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് 4 hour ചാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ കാണാം, ഹയർ ഹൈ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴും വീണ്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൺഫേം ചെയ്യാനും പറ്റും. ഒരുപാട് ഹൈകൾ വരുന്നുണ്ട്, ആ ഒരു ട്രെൻഡ് ലൈൻ തന്നെ ഇപ്പോൾ പോയോണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച്, കൺസിഡറിങ് ലോട്ട് ഓഫ് ഡാറ്റ പോയിന്റ്സ്, അതായത് ഓയിലിൻ്റെ പ്രൈസും ഗോൾഡിൻ്റെ പ്രൈസും ലിക്വിഡിറ്റി ക്രൈസിസും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ മാർക്കറ്റ് ഒന്നും കൂടി കയറിയിട്ട് താഴത്തേക്ക് വരാനുള്ള ചാൻസസ് ആർ റിയലി ഹൈ. ഓക്കെ, കാരണം നമുക്ക് 100% വിജയം പറയാൻ പറ്റില്ല ഏത് നമ്മുടെ പ്രോബബിലിറ്റിയിൽ. പക്ഷേ ചാൻസസ് ഓഫ് അത് സംഭവിക്കാനുള്ളത് ആർ മച്ച് ഹയർ. ഇപ്പം നമ്മൾ ഈ ഒരു പ്രൈസ് ചിലപ്പോൾ അറൗണ്ട് 80K വരെ പോകാനുള്ള ചാൻസ് ഞാനിപ്പോൾ കാണുന്നുണ്ട് വിത്തിൻ കപ്പിൾ ഓഫ് വീക്സ്. ചിലപ്പോൾ ഡേയ്സ് ആയിരിക്കും, വീക്സ് ആയിരിക്കും, ചിലപ്പോൾ മന്ത്സ് ആയിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ആ ഒരു പ്രൈസ് റേഞ്ചിലോട്ട് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്, സിൻസ് നമ്മൾ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത കാരണത്താൽ. പക്ഷേ ഇറ്റ്സ് എ ചാൻസ്. പക്ഷെ അതിനുശേഷം മാർക്കറ്റ് ഡൗൺ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിയർലി ഏകദേശം ഒരു 42 ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വരാനുള്ള ചാൻസസ് ആർ ഹയർ, ബിറ്റ്വീൻ 40,000 ആൻഡ് 59,000. അതിലോട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്താൻ ചാൻസസ് ഹയർ ആണ്. ചിലപ്പോൾ അതിനേക്കാളും താഴാനും സാധ്യതയുണ്ട്, ഡിപ്പെൻഡ്സ് അപ്പോൺ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. പക്ഷേ ആസ് ഓഫ് നൗ എൻ്റെ ഒരു പ്രൈസ് പ്രൊഡിക്ഷൻ ഫോർ ദിസ് ഇയർ, തേർഡ് ക്വാർട്ടറിലോട്ട് എത്തുമ്പോഴേക്കും ഈ റേഞ്ചിൽ നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നിൽക്കാനുള്ള ചാൻസസ് ആർ മച്ച് ഹയർ. അപ്പോൾ എൻ്റെ ഒരു ഗെയിം പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ എ പെർഫെക്റ്റ് എൻട്രി. പക്ഷേ പറയുകയാണെങ്കിലും എനിക്ക് വേറെ കുറേ ലിക്വിഡിറ്റി പൂൾ പൊസിഷൻസുകളും അതുപോലെ തന്നെ ലോങ് ആൻഡ് ഷോർട്ട് ട്രേഡുകളും ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെറിയൊരു പൊസിഷൻ ലോങ് ട്രേഡ് എടുത്തിട്ടുണ്ട് ബിറ്റ്വീൻ 68,000. പക്ഷേ റിസ്ക് ട്രേഡാണ്, കാരണം കൺഫർമേഷൻസ് അധികം ആയിട്ടില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് റിസ്ക് എടുക്കുന്നത് ഇഷ്ടമാണ്, ഒരു വൈബല്ല ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 68,000 എടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. പക്ഷേ എനിക്ക് ടൈറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട് അറൗണ്ട് 64,000. അപ്പോൾ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. മേ ബി എനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, മേ ബി നോട്ട്. പക്ഷേ ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. പക്ഷേ ഈ പറഞ്ഞ സമയം കൊണ്ട് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻ USDC. എന്നിട്ട് തേർഡ് ക്വാർട്ടർ ആകുമ്പോഴേക്കും ഞാൻ ലാഡറിന് ചെയ്തു തുടങ്ങും. അത് ആ ഒരു സമയം നമ്മൾ ചെയ്തു തുടങ്ങുന്നതായിരിക്കും. അതാണ് നമ്മുടെ ഈ ഒരു വർഷത്തെ ഒരു ഗെയിം പ്ലാൻ.
മാർക്കറ്റിൽ നന്നായിട്ട് റിസ്ക് ടു റിവാർഡ് റേഷ്യോ ഇപ്പോഴും ഉണ്ട്. അതിനും കൂടാനാണ് സാധ്യത ഞാൻ കാണുന്നുള്ളത്. അപ്പോൾ മാക്സിമം ഞാൻ വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് ഇൻ സ്റ്റേബിൾ കോയിൻ അതിനുശേഷം നേരിട്ട് സ്ട്രൈക്ക് ചെയ്യാനാണ് ലാഡറിങ് ചെയ്യും ബൈ ദി എൻഡ് ഓഫ് ദിസ് ഇയർ. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ, പീസ് ഔട്ട്.